മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. മോദിയെ വിറപ്പിക്കുന്ന പാറ്റകൾ എന്നൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് ഉണ്ണി ബാലകൃഷ്ണൻ ഒരു വീഡിയോയുമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. ഉണ്ണി എന്തൊക്കെയായി വിളിച്ചു പറയുന്നത്? ഉണ്ണി വിളിച്ചു പറഞ്ഞതിനൊക്കെ തന്നെ ലളിതമായ ഒരു ഉദാഹരണം മുന്നോട്ട് വെച്ച് ഉണ്ണി പറഞ്ഞതൊക്കെ പച്ചക്കള്ളമാണെന്ന് തെളിവ് സഹിതം നമുക്ക് മുന്നോട്ട് വെക്കാം. നിങ്ങൾ ആദ്യത്തെ ഭാഗം ഒന്ന് കേട്ടു നോക്കൂ. എന്താണ് ഈ രാജ്യത്ത് സംഭവിക്കുന്നത്? CBSE പരീക്ഷയുടെ ചോദ്യപേപ്പറുകൾ ചോരുന്നു, നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പറുകൾ ചോരുന്നു, UGC പരീക്ഷയുടെ ചോദ്യപേപ്പറുകൾ ചോരുന്നു. എന്നാൽ ഇതിനൊന്നും മറുപടി പറയാതെ ഒരു സർക്കാർ അങ്ങനെ നിസ്സംഗമായി നിൽക്കുന്നു. ഒരു രാജ്യത്തിന്റെ ഭാവി എന്ന് പറയുന്നത് വരും തലമുറകളെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. അവരുടെ ഭാവി അവതാളത്തിലായാൽ, അവർ നിരാശരായാൽ രാജ്യം തന്നെ തകരും. നിങ്ങൾക്ക് രാമനെയും ഹനുമാനെയും ഒക്കെ കാണിച്ച് ഇനിയും വോട്ട് പിടിക്കാം, എന്നിട്ട് രാമക്ഷേത്രം ഉണ്ടാക്കി കട്ടുമുടിക്കുകയും ചെയ്യാം. പാർട്ടികളെ പിളർത്തി കൃത്രിമമായി ഭൂരിപക്ഷം ഉണ്ടാക്കാം, ഭരണഘടനയെ തന്നെ വെല്ലുവിളിക്കാം, വേണമെങ്കിൽ അത് മാറ്റി എഴുതാം, അങ്ങനെ അധികാരം നിലനിർത്താം, ആഡംബരത്തോടെ ജീവിക്കാം. പക്ഷേ ഈ രാജ്യം എത്ര കാലം നിലനിൽക്കുമെന്നതാണ് ചോദ്യം. നീളേട്ടിലെ ഇവിടെയുള്ള ചെറുപ്പക്കാർക്ക് രാജ്യത്തോട് വിശ്വാസം കുറയുന്നു, രാജ്യം തകരുന്നു എന്ന് തന്നെയാ ഈ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ലളിതമായിട്ടൊരു ഉദാഹരണം, ലേറ്റസ്റ്റ് ആയിട്ട് UN പുറത്തുവിട്ടിട്ടുള്ളൊരു വാർത്തയാണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത്. വ്യക്തമായിട്ട് അതിൽ UN മുന്നോട്ട് വെക്കുന്നത് 44% വർദ്ധിച്ച് ഏകദേശം 39 ബില്യൺ US$ വിദേശ നിക്ഷേപം നമ്മുടെ രാജ്യത്തേക്ക് എത്തിയിരിക്കുന്നു. അതായത് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാജ്യമായിട്ട്, വിദേശ നിക്ഷേപം എത്തുന്ന രാജ്യമായിട്ട് നമ്മുടെ രാജ്യം മാറിയിരിക്കുന്നു എന്ന വാർത്തയാ ലേറ്റസ്റ്റ് ആയിട്ട് UN പുറത്തുവിട്ട റിപ്പോർട്ട്. അപ്പൊ നമ്മുടെ കേരളത്തിൽ ഇരുന്നു കൊണ്ട് ഒരു മാധ്യമ പ്രവർത്തകൻ പറയുന്നു നമ്മുടെ രാജ്യം തകരുന്നു എന്ന്. വളരെ ലളിതമാണ്. അതായത് 1 കോടി രൂപ ഒരു സാധാരണ ബിസിനസ്സുകാരൻ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ 1 കോടി വരുന്ന 100 വർഷത്തേക്ക് എങ്ങനെയാണ് അവിടെ ചിലവഴിച്ചാൽ ലാഭം ഉണ്ടാവുക എന്ന് കണക്ക് കൂട്ടിയാണ് ഒരു ബിസിനസ്സുകാരൻ അവിടെ ഇൻവെസ്റ്റ് ചെയ്യുക. അതിനും തന്നെ മാസങ്ങളോളം കൃത്യമായി പഠനങ്ങൾ നടത്തിയിട്ട് 1 കോടി പോലും ഇൻവെസ്റ്റ് ചെയ്യും ഒരു സ്ഥലത്ത്, ഒരു ബിസിനസ്സുമായി ബന്ധപ്പെട്ട്. അപ്പോ ലോകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വിദേശ നിക്ഷേപം വരുന്ന രാജ്യമായിട്ട് നമ്മുടെ ഭാരതം വരുന്നുണ്ടെങ്കിൽ ലോകം നമ്മുടെ രാജ്യമാണ് ഏറ്റവും കരുത്തുറ്റ സംവിധാനം, ഏറ്റവും കരുത്തുറ്റ രാജ്യം നമ്മുടേതാണ് എന്ന് അറിഞ്ഞിട്ടല്ലേ ലോകത്ത് തന്നെ ഏറ്റവും വലിയ നിക്ഷേപം നമ്മുടെ രാജ്യത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ബില്യൺ കണക്കിന് ഡോളർ നമ്മുടെ രാജ്യത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു തർക്കവും വേണ്ട കേട്ടോ. ലോകത്ത് വിശ്വസനീയമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യം നരേന്ദ്രമോദി ഭരിക്കുന്ന ഭാരതമാണ് എന്ന് ഏതൊരു സാധാരണക്കാരനും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഇവിടെ ഉണ്ണി ബാലകൃഷ്ണൻ വിളിച്ചു പറയുന്ന വിഷയം ചോദ്യപേപ്പറൊക്കെയായി ബന്ധപ്പെട്ട് തകൃതിയായിട്ട് തന്നെ അതിന്റെ ഗൗരവത്തിൽ തന്നെ അതിന്റെ നടപടികൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഇത് വലിയ വിഷയമായിരുന്നെങ്കിൽ എന്തുകൊണ്ട് രാജ്യത്തെ പ്രതിപക്ഷം ഈ കോക്രോച്ച് പാർട്ടിക്കൊപ്പം ഇറങ്ങി രംഗത്തേക്ക് വരുന്നില്ല? ലളിതമായ ചോദ്യം. രാജ്യവ്യാപകമായിട്ട് പ്രതിഷേധവുമായിട്ട് കോൺഗ്രസ് ഈ സമയം വരെ വന്നിട്ടില്ല. അപ്പൊ ഇവരൊക്കെ ഒരു ഞൊടുന്യായവുമായിട്ട് വന്ന് പലരുടെയും വളരെ ലളിതമാണ്. ഈ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുന്നത് പാകിസ്ഥാനിലെയും ബംഗ്ലാദേശികളിലെയും അവിടെയൊക്കെയുള്ള ആളുകൾ വലിയ രീതിയിൽ ഈ കോക്രോച്ച് പാർട്ടിയെ പിന്തുണയ്ക്കുന്നുണ്ട്. യാഥാർത്ഥ്യം. ഇവരുടെ ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സ് നോക്കിയാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇനി പറയുന്നത് പോലെ വലിയ രീതിയിൽ ഇവർക്ക് പിന്തുണ ഉണ്ടായിരുന്നെങ്കിൽ ഡൽഹിയിൽ അതിന്റെ കുറച്ചെങ്കിലും കാണിക്കേണ്ടേ. ലക്ഷക്കണക്കിന് ആളുകൾ അവിടെ പ്രതിഷേധവുമായിട്ട് രംഗത്തിറങ്ങണ്ടേ. വളരെ കുറച്ച് ആളുകളല്ലേ അവിടെ ഇറങ്ങിയിട്ടുള്ളത്. നാഷണൽ മീഡിയാസിലൊന്നും ഇത് വാർത്ത പോലെയല്ല. ഇത് ഇവിടെയുള്ള മലയാള മാധ്യമത്തിൽ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞാലായി. അതിലപ്പുറം ഈ ഒരു സമരം ഒരു രീതിയിലും കേന്ദ്ര സർക്കാരിന് ബാധിക്കുന്നു പോലില്ല എന്നുള്ളതാണ് വലിയ യാഥാർത്ഥ്യം. ഇനി തീർന്നിട്ടില്ല. ഉണ്ണി ഇതുമായി ബന്ധപ്പെട്ട് ഈ വിദ്യാഭ്യാസ മന്ത്രിക്കായി എന്തൊക്കെയാ വിളിച്ചു വരുന്നത്, എഡ്യൂക്കേഷൻ മിനിസ്റ്ററൊക്കെയായി ബന്ധപ്പെട്ട് നിങ്ങൾ കേട്ടു. പക്ഷേ എന്താ നരേന്ദ്രമോദിയുടെ തീരുമാനം? ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണ്ട എന്നാണ് തീരുമാനം. അതിനു പിന്നിൽ വലിയൊരു കടപ്പാടിന്റെ കഥയുണ്ട് കേട്ടോ. നമ്മളത് കാണാതെ പോകണ്ട. നോക്കൂ, ആരാണ് ഈ ധർമ്മേന്ദ്ര പ്രധാൻ?
ഒഡീഷയിൽ നിന്നുള്ള നേതാവാണ്. എന്താണ് നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം ധർമ്മേന്ദ്ര പ്രധാന്റെയും ഒഡീഷയുടെയും പ്രാധാന്യം നോക്കൂ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് 400 സീറ്റ് പോയിട്ട് കേവല ഭൂരിപക്ഷം പോലും കിട്ടിയില്ല. കിട്ടിയതാകെ 240 സീറ്റുകളാണ്. അത്രയെങ്കിലും കിട്ടിയതുകൊണ്ടാണ് മുന്നണി സർക്കാരായിട്ടാണെങ്കിലും നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിൽ വന്നത്. അന്ന് BJPക്ക് വേണ്ടി അത്ഭുതം കാഴ്ചവെച്ച സംസ്ഥാനമാണ് കേട്ടോ ഒഡീഷ. അവിടെ ആകെ 21 സീറ്റുകളാണുള്ളത്. അതിൽ 20 സീറ്റുകളും കിട്ടിയത് BJPക്കാണ്. ആ 20 സീറ്റുകൾ കിട്ടിയില്ല എന്ന് വിചാരിക്കുക, BJPയുടെ അംഗബലം 220 കുറയും. അപ്പോഴും BJP തന്നെ സർക്കാർ ഉണ്ടാക്കും, സംശയമില്ല. പക്ഷേ നരേന്ദ്രമോദി തന്നെ പ്രധാനമന്ത്രിയാകുമായിരുന്നു. ഇല്ല എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട കേട്ടോ. ഒരു കൺസെൻസസ് കാൻഡിഡേറ്റ് ആയിട്ട് നിതിൻ ഗഡ്കരിയോ അല്ലെങ്കിൽ യോഗി ആദിത്യനാഥോ ഉയർന്നു വരുമായിരുന്നു. ഒരു പക്ഷേ BJP രാഷ്ട്രീയവും എന്തിനേറെ ഇന്ത്യൻ രാഷ്ട്രീയം പോലും മാറി മറിയുമായിരുന്നു. നാണല്ലേ ഇപ്പം ആ ലോക്സഭാ ഇലക്ഷൻ റിസൾട്ട് വന്ന അതേ ശൈലിയിൽ പ്രധാനമന്ത്രിയായിട്ട് നരേന്ദ്രമോദി വരില്ലായിരുന്നു, വേറെ ആളുകൾ വരുമായിരുന്നു. ഒഡീഷയിൽ നിന്ന് 20 സീറ്റ് കിട്ടില്ലായിരുന്നെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രീയം മാറുമായിരുന്നു. വേണ്ട, നിങ്ങൾ ഉത്തർപ്രദേശിൽ നിന്ന് കിട്ടില്ലായിരുന്നെങ്കിൽ അങ്ങനെ എല്ലാ സംസ്ഥാനങ്ങളുടെയും പേരെടുത്ത് പറയാം. അവിടെ നിന്നൊന്നും MP മാരെ കിട്ടില്ലായിരുന്നെങ്കിൽ കോൺഗ്രസ് വിജയിക്കുമായിരുന്നെങ്കിൽ അങ്ങ് വിളിച്ചു പറഞ്ഞോളൂ. മലയാളികൾ അത് സഹിച്ചോളാം. അല്ലാതെ ഇതിനൊക്കെ എന്ത് മറുപടി കൊടുക്കാനാ? ഇവരുടെയൊക്കെ ഒരു നിലവാരമില്ലായ്മ. അതായത് ധർമ്മേന്ദ്ര പ്രധാനെ രാജിവെപ്പിക്കാത്തത് ഒഡീഷയിൽ നിന്ന് 20 സീറ്റ് ഉണ്ടായിട്ടാണ്. നാടല്ലേ ഇതൊക്കെ? എന്ത് ന്യായീകരണ ഇതൊക്കെ? എങ്ങോട്ടേക്കാ കൊണ്ടുവെക്കുന്നത്? ഒരു ഞൊടുന്യായം എന്നൊക്കെ പറയാം. ഒരു ഉളുപ്പില്ലാതെ എങ്ങനെയാണ് ഒരു പ്രധാനപ്പെട്ട മാധ്യമ പ്രവർത്തകന് ഇങ്ങനെയൊക്കെ വിളിച്ചു പറയാൻ സാധിക്കുന്നത്? നിങ്ങൾ ഇവിടുത്തെ പ്രതിപക്ഷത്തിന് വേണ്ടി പണിയെടുത്തോളൂ, എന്നാൽ ഇത്തരം ഉളുപ്പില്ലായ്മ രീതിയിലേക്ക് നിലവാരം താഴ്ത്തരുത്. ഒരു അഭ്യർത്ഥന. ഇത്ര ആളുകൾ അവിടെ നിന്ന് വിജയിച്ചില്ലായിരുന്നെങ്കിൽ പ്രധാനമന്ത്രി മോദി ആവില്ലായിരുന്നു, പകരം വേറെ എന്താ സ്വപ്ന ദിവാസ്വപ്നത്തിന്റെ കളിയാണ് പൊളിറ്റിക്സ്. റിയാലിറ്റിയാണ് പൊളിറ്റിക്സ്. ഇന്ന് എന്താണോ ആ റിസൾട്ടിനനുസരിച്ച് സംസാരിക്കൂ. നിങ്ങൾ ഈ പൊക്കിപ്പിടിക്കുന്ന കോക്രോച്ച് പാർട്ടിയെ ഇവിടെയുള്ള പ്രതിപക്ഷം അനുകൂലിക്കുന്നില്ല. പിന്നെ നിങ്ങൾ എപ്പോഴും എടുത്തു പറയുന്നത് കേൾക്കാം, രാജ്യത്തെ യുവജനത കോക്രോച്ച് ജനത. രാജ്യത്തെ യുവജനത നരേന്ദ്രമോദിക്കൊപ്പം നിങ്ങൾ ഈ പറയുന്നുണ്ടല്ലോ. ഈ പറയുന്ന കോക്രോച്ച് ജനതാ പാർട്ടിക്ക് വലിയ പിന്തുണയുണ്ട്, ഈ BJPയേക്കാൾ ഫോളോവേഴ്സ് ഇൻസ്റ്റഗ്രാമിലുണ്ട് എന്നൊക്കെ നിങ്ങൾ മറ്റൊരു കണക്ക് കൂടി എടുക്കണം. അതായത് ലോകത്തെ ഏറ്റവും പിന്തുണയുള്ള രാഷ്ട്രീയ നേതാവ് എന്ന് പറയുന്നത് നരേന്ദ്രമോദിയാ. നരേന്ദ്രമോദിയുടെ ഫോളോവേഴ്സിന്റെ എണ്ണം ഒന്ന് നോക്കുക, വളരെ ലളിത. ഈ പറഞ്ഞ കോക്രോച്ച് ജനതാ പാർട്ടിയുടെയും എണ്ണം ഒന്ന് എടുത്തു നോക്കുക, അപ്പൊ മനസ്സിലാവും. രാജ്യത്തെ ഒന്നടങ്കം യുവാക്കളും നരേന്ദ്രമോദിക്കൊപ്പം. നിങ്ങൾ ഈ ഇൻസ്റ്റഗ്രാമിലെ കണക്ക് എടുത്താണല്ലോ, ഫോളോവേഴ്സിന്റെ എണ്ണം വെച്ചാണല്ലോ കോക്രോച്ച് ജനതാ പാർട്ടി സംഭവമാണ്, രാജ്യത്തെ ചെറുപ്പക്കാർ അവർക്കൊപ്പം എന്നൊക്കെ വിളിച്ചു പറയുന്നത്. എന്നാൽ അതേ കണക്ക് വെച്ച് ഞാൻ മുന്നോട്ട് വെക്കുന്നു, ഇൻസ്റ്റഗ്രാമിലെ ഫോളോവേഴ്സ് തന്നെ എടുത്തു നോക്കിയാൽ മതി, രാജ്യത്തെ യുവാക്കൾ നരേന്ദ്രമോദിക്കൊപ്പം. ആകെ കുറച്ച് ഈ ഫോളോവേഴ്സ് നരേന്ദ്രമോദിക്കൊപ്പമുള്ള ഫോളോവേഴ്സിനനുസരിച്ച് തന്നെ നരേന്ദ്രമോദി രാജ്യത്ത് എവിടെ ഇറങ്ങിയാലും ആളുകൾ, യുവാക്കൾ തടിച്ചുകൂടുന്നുണ്ട്, ലക്ഷക്കണക്കിന് ആളുകൾ. അതേ സമയത്ത് ഡൽഹിയിൽ സമരം ചെയ്യുന്ന കോക്രോച്ച് ജനതാ പാർട്ടിയെ സംബന്ധിച്ച് ആദ്യത്തെ സമരമാണ്. അവർ വലിയ സംഭവമാണെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകളെ അണിനിരത്തിക്കൂ. എന്നിട്ട് ഈ വാചകമടിയൊക്കെ പോരെ? എന്തിനാണ് പ്രതിപക്ഷത്തിന് വേണ്ടി നിലവാരമില്ലാത്ത രീതിയിൽ, പ്രത്യേകിച്ച് ആ പാറ്റ പാർട്ടിക്ക്, കൂറ പാർട്ടിക്കൊക്കെ ഇങ്ങനെ കിടന്ന് വിയർക്കുന്നത്? നാഷണൽ മീഡിയാസ് ഒക്കെ തള്ളിക്കളഞ്ഞത് മറ്റൊന്നല്ല, ഫോളോവേഴ്സിന്റെ അനുസരിച്ച് ഒരു 10% പോലും ആളുകൾ കോക്രോച്ച് ജനതാ പാർട്ടിക്കൊപ്പല്ല. കാരണം എന്താ, പാകിസ്ഥാനിൽ ബംഗ്ലാദേശിൽ നിന്നും സമരം ചെയ്യാൻ വരാൻ സമ്മതിക്കോ? ഇവിടെയുള്ള സംവിധാനങ്ങള് അതനുവദിക്കൂല. ഇപ്പൊ സകല മലയാളികളും തിരിച്ചറിയും എന്തിനാണ് രാജ്യം തകരുന്നോ എന്നൊക്കെ ഉളുപ്പില്ലാതെ, അതും കൂറാച്ചി പാർട്ടിക്ക് വേണ്ടിയൊക്കെ ഈ ഉണ്ണി ബാലകൃഷ്ണൻ വിളിച്ച് പറയുന്നത്